റോഡിലൂടെ പോയപ്പോഴാണ് ബുദ്ധൻ്റെ ഒരു അമ്പലം കണ്ട്. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴേക്കും ഇവിടെ ഭംഗിയുള്ളൊരു സ്ഥലം കണ്ട്. നമ്മുടെ നാട്ടിലെ വാഴയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ കുറച്ചുകൂടെ വൃത്തിയുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. നാട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് വിയറ്റ്നാം തോന്നിയത്. പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇരിക്കാം. ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാനും. ഇവിടെ ബുദ്ധൻ്റെ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണിത്. ഇതൊക്കെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലമാണോ മഠമാണോ ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഇവിടെ ആരെയും കാണുന്നുമില്ല. ഇവിടെ കൂടുതലും ബുദ്ധനും കുബേർ കുഞ്ചിയാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇവിടെ ഒന്ന് ഇരിക്കാൻ തോന്നി കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഉറങ്ങിയും പോകുന്നുണ്ട് കേട്ടോ. നല്ല സുഖം, മനസ്സിനൊക്കെ നല്ലൊരു ഫീലുണ്ട് കേട്ടോ. ഇവിടെ ഒരു മീനിൻ്റെ ഒരു കുളം കണ്ട്. അങ്ങനെ ഞാനവിടെ വന്ന് നിന്നപ്പോഴേക്കും എല്ലാ മീനുകളും എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വന്നു കേട്ടോ. അവിടെ ഒരു പെങ്കൊച്ച് അവിടെ മീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ അടുത്ത് നിന്നെല്ലാം പോണാണ്ടപ്പോയി അവളെ ചിരിച്ചുകൊണ്ട് ഒരു പോയി. മനസ്സിൽ എന്നെ ചീത്ത വിളിക്കുവാണോ എന്തോ, എന്തായാലും അറിയത്തില്ല. എന്തായാലും മീനെയൊക്കെ കണ്ട് മീനെയൊക്കെ കളിപ്പിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ. മീനുകളെ കാണാൻ ഒരു പ്രത്യേക കളറ്, നമ്മൾ അക്വേറിയത്തിലൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലേ. ഇവിടെ കുറച്ച് നേരം മീനുകളുടെ നിന്ന് എല്ലാ മീനുകളും അടുത്ത് വന്നു കേട്ടോ. എല്ലാം ഒരുമിച്ച് ഞാൻ അടുത്ത് വന്നു. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അവിടെ. അത് ഇവിടെ ആൾക്കാർ ഞാൻ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പം ഒരു കൈ എടുത്തിട്ടു. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു 50 പൈസയുടെ ഒരു $1 കളഞ്ഞ് കിട്ടി കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഞാൻ അവിടെ നിന്ന് തൊട്ട് പുറത്തോട്ട് ഇറങ്ങി. നമ്മളില്ലേ കുബേർ കുഞ്ചി ഉണ്ടെന്ന്, കുബേർ കുഞ്ചി ബുദ്ധൻ, ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഫേമസ്. പിന്നെ അവിടെ നിന്ന് നേരെ ഇത് വിയറ്റ്നാമിലെ 5 ഗുഹകളിലായിട്ടാണ് ബുദ്ധൻ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു വരുന്നത്. അതിൽ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടുന്ന് അകത്തോട്ട് കയറി ചെല്ലാത്തേക്കും ഒരു പാറയാണ്. പാറക്കെട്ടിനകത്ത് താമസിച്ചുകൊണ്ടിരുന്നതാണ്. 5 ഗുഹകളിലായിട്ടാണ് താമസിച്ചത്. ഇപ്പം ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഓപ്പണാണ്, എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ പ്രത്യേക ഒരു തണുപ്പുണ്ട് കേട്ടോ. ഒരു പാറയുടെ അകത്തോട്ട് കയറുന്നതിൻ്റെ ഒരു ഫീലിംഗ് ആണെന്ന് തോന്നുന്നു. പ്രത്യേക ഒരു തണുപ്പ്. ഇവിടെ എല്ലായിടത്തും വിയറ്റ്നാമിൽ എല്ലായിടത്തും ഇതുപോലെ തന്നെ കാലാവസ്ഥ നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടെ. ഇവിടെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ടാണ് ഗുഹയുണ്ട്. പക്ഷെ അവിടെ അടച്ചാക്കിയാണ്. അതിനകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിന് പുറത്തായിട്ട് ഇവിടെ ഇങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കാണാനായിട്ട് രസമുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല, അതിൻ്റെ അകത്തോട്ട് കയറിപ്പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് തന്നെ കേട്ടോ. എല്ലാവരും വണ്ടി ഉണ്ടോ, ഒരു ബൈക്കാണ്, ബൈക്ക് പോലെ ഒരു സ്കൂട്ടർ, അതിൽ തന്നെ അവരുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകണം. ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. എല്ലാം നല്ല രസമുള്ള രീതിയിലാണ് കേട്ടോ. എല്ലാം ഉണ്ട്. എല്ലാവരും നല്ല സ്വന്തമായിട്ട് എല്ലാവരും നല്ല, ഇവിടെ ആരും ശത്രുതയില്ല കേട്ടോ. എല്ലാവരും തങ്ങളിൽ നല്ല സഹകരണം കാര്യങ്ങൾ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് ഇവിടെ. ആരെയും പറ്റിക്കണമെന്നോ ചതിക്കണമെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്തൊരു നാടാണ് കേട്ടോ. ഇവിടെ ഈ നാടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ആർക്കും കള്ളവും ചതിയൊന്നും അറിയത്തില്ല. നമ്മളെ മാവേലി നാട് ഭരിച്ചുകൊണ്ടിരുന്ന പോലത്തെ ഒരു നാട്. പക്ഷേ ഈ നാട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഈ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമാക്കുന്ന ഇവിടുത്തെ ആൾക്കാരാണ്. എല്ലാവരും നല്ല ചിരിച്ച മുഖത്തോടുകൂടി ഉള്ളത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കയ്യിലുള്ളത് എന്താണോ അത് കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഇതെല്ലാം. ഇതെല്ലാം കൃഷികളാണ്. നമ്മളെ നാട്ടിലെ പോലെ കൃഷി ചെയ്തിട്ട് നഷ്ടം കാര്യങ്ങളൊന്നുമില്ല. അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു, സ്വന്തമായിട്ട് തന്നെ വിളവെടുക്കുന്നു. പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്താ നെൽപ്പാടം, ഇവിടെ കൃഷി നല്ല രീതിയിൽ കൃഷിയാണ്. നമ്മുടെ നാട് എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ, റോഡായാലും ഇതാണെങ്കിലും എല്ലാം. പക്ഷേ നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ ഇതാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ, ആൾക്കാർ, പിന്നെ ഈ സ്ഥലങ്ങൾ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അല്ലാതെ ഒരു ചപ്പുചവറുകളൊന്നും
ഇടുക. അവരെ നാട്, അവരെ വീട് പോലെ തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് എൻ്റെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ പോണ ഒരു വഴികൾ ഒരു ഫീലുണ്ട്. എല്ലാവരും ഉള്ളത് സൈക്കിളാണെങ്കിൽ സൈക്കിള്, അല്ലാതെ ബൈക്ക് മേടിക്കണം അങ്ങനെ ഇതാക്കണം, ബൈക്ക് മേടിക്കുമ്പോൾ കാറ് മേടിക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് ജീവിക്കുക. നല്ലൊരു ലൈഫാണ് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ വീടുകളും കാര്യങ്ങളും എല്ലാം അത് കണക്ക് തന്നെ. എല്ലാവരും സ്വന്തമായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. പുറത്തുനിന്ന് ആരെയും വിളിക്കാറൊന്നുമില്ല കേട്ടോ. അവർ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്യുവാണ്. പുറത്തുനിന്ന് പണിക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല, വീട്ടുകാർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനല്ലേ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കേണ്ടേ? നമ്മുടെ നാട്ടിലെ പോലെ ടിപ്പർ കിടപ്പുണ്ട്, കൊണ്ടൊതുക്കിയിട്ടാക്കുന്നു. രാത്രിയായി. ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങാനുള്ള വഴി അറിഞ്ഞുകൊണ്ടായിരുന്നു. എന്തായാലും മെയിൻ റോഡ് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി എന്തായാലും വഴി അറിയാം. ഇവിടെ ഒരു ബൈക്ക് വർക്ക്ഷോപ്പുണ്ട്. എന്തായാലും മെയിൻ റോഡെത്തി. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.